വയനാട് ജില്ല സുൽത്താൻ ബത്തേരിയിൽ നമ്മുടെ നഗരസഭയുടെ അധികാര പരിധിയിൽപ്പെടുന്ന മണിച്ചിറ എന്ന കുളത്തിൻ്റെ ഒരവസ്ഥയാണിത്. ദുരന്തമാണിത്, ദുർവിധിയാണ് ഇത്. DTPCയുടെ കയ്യിലായിട്ട് വർഷങ്ങളോളമായി. ഇവർക്ക് ഫണ്ട് വന്നിട്ട് അതിലും വർഷങ്ങളോളമായി. നശിച്ചു കുത്തുപാള എടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നികുതി പണം. ഒരുമയുണ്ടെങ്കിൽ ഉലക്കയിലും കിടക്കാമെന്ന് പറഞ്ഞ ഉപമ നമുക്ക് ഒരുമയുണ്ടെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി DTPCയിൽ നിന്നും അതിൻ്റെ അധികാര പരിധി നഗരസഭ ഏറ്റുവാങ്ങി അതിൻ്റെ പ്രൗഢിയോടെ വൃത്തിയിൽ കൊണ്ടുപോകാൻ കഴിയുമായിരുന്നു ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. എങ്കിൽ ആർട്ടിഫിഷ്യൽ മൈൻഡില്ലാത്ത നമ്മുടെ നഗരസഭയിലെ ഭരണകർത്താക്കളും പ്രതിപക്ഷവും അതിൽപ്പെട്ട ഡിവിഷൻ കൗൺസിലർമാരുമായല്ലോ എന്നുള്ള ഒരു വേദനാജനകവും ഇതിൽ ചൂണ്ടിക്കാണിക്കുകയാണ്. സുൽത്താൻ ബത്തേരി പട്ടണത്തിൻ്റെ പ്രൗഢിയും അഭിമാനവും ഉൾക്കൊള്ളുവാൻ നെഞ്ചിലേറ്റി നിങ്ങൾക്ക് അഭിമാനത്തോടെ പറയുവാൻ കടമാഞ്ചിറയും ഈ മണിച്ചിറയും നമ്മുടെ അറവുശാലകളും എല്ലാം വൃത്തിയാക്കി അതിൻ്റെ പ്രൗഢിയിൽ കൊണ്ടുവന്നാൽ മാത്രമേ നിങ്ങൾക്ക് അവകാശമുള്ളൂ എന്നും ചൂണ്ടിക്കാണിക്കുന്നു. ഈ പുറംതൊലിയിൽ പെയിൻ്റ് അടിച്ച് എന്ന പോലെ ടൗണിൽ അല്പം ഫ്ലവർ വെച്ച് വൃത്തിയാക്കുമ്പോൾ ഞങ്ങളും അതിൽ അഭിമാനിക്കുന്നു. എങ്കിൽ ഞങ്ങൾ നിങ്ങളെ മറുഭാഗത്തേക്ക് നോക്കുന്നു. നിങ്ങൾ ഇത് ആർക്ക് വേണ്ടിയാണ് ആ ഫ്ലവറുകൾ വെച്ച് സിറ്റി എന്ന് വിളിച്ച് പറഞ്ഞ് വീണ്ടും വീണ്ടും 24 ചാനലും വയനാട് വിഷനും മലനാട് ചാനലും ആർക്ക് വേണ്ടിയാണ് ഈ വിഷലുകൾ എടുത്ത് പുറത്തേക്ക് വിടുന്നത്? നിങ്ങൾ ഇതിൻ്റെ ആഴങ്ങൾ പഠിച്ചുവോ? അതുപോലെ പുതിയ ഡ്രൈനേജ് വന്നപ്പോൾ അതിൻ്റെ ആഴങ്ങൾ പഠിച്ചുവോ? അത് വേണ്ട. ഇതുപോലെ നിങ്ങൾ ചിത്രങ്ങൾ പുറത്തേക്ക് വിടാത്തത് എന്തുകൊണ്ട്? ഇതെല്ലാം ഒരു ദുർവിധി മാത്രമല്ല, ജനങ്ങളിൽ നിന്നും മനസ്സിലാക്കി അവരുടെ വഴികളിലേക്ക് പോകുവാൻ നിങ്ങൾ അനുവദിക്കുന്നില്ല. നാളെ കാലത്ത് തുടങ്ങും ഞങ്ങൾ അത് ചെയ്യും ഇത് ചെയ്യുമെന്ന പ്രഹസനമായ ഒരു വാഗ്ദാനങ്ങളുമായി പുറത്തിറങ്ങും. ഇതല്ല വേണ്ടത്. 7/11/2020 ഈ ദൃശ്യം. ഞങ്ങളിതിൻ്റെ നടപടിയിലേക്ക് ഒരുങ്ങും. ഇനി മാറി വരുന്ന സർക്കാർ പറയും കഴിഞ്ഞ സർക്കാരിൻ്റെ ഭരണകാലത്തല്ലേ, അത് DTPCയുടെ അല്ല. അങ്ങനെയല്ല നിങ്ങൾ പറയേണ്ട കാര്യങ്ങൾ എന്താണ്? ഈ DTPCയിൽ നിന്ന് നടത്താൻ കഴിയുമോ നടത്തിപ്പിക്കുകയോ ചെയ്യുക. അതല്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ കയ്യിലേക്ക് നഗരസഭയുടെ കയ്യിലേക്ക് ഏറ്റുവാങ്ങി നഗരങ്ങളിലും ഡിവിഷനുകളിലും നിങ്ങൾ അതിൻ്റെ ക്ലീൻ സിറ്റിയുടെ ഭാഗമാക്കി വൃത്തിയാക്കി അവർക്ക് വേണ്ട അവകാശങ്ങൾ, വഴിയോര വിളക്കുകളും കുടിവെള്ളങ്ങളും പോക്കറ്റ് റോഡുകളും നിങ്ങൾ വൃത്തിയാക്കി പണിഞ്ഞ് തീർത്ത് അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ അഭിമാനമാണ് എന്ന് ഞങ്ങളും നിങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്നും അറിയിച്ചുകൊണ്ട് നന്ദി.